നമുക്ക് പെട്ടെന്ന് ഒരു പാസ്ത ഉണ്ടാക്കിയെടുത്താലോ? വെറും അരമണിക്കൂർ മതി. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? അപ്പോൾ ആദ്യം തന്നെ മക്രോണി വേവിച്ചെടുക്കണം. ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചാണ് ഞാൻ ഇവിടെ വേവിച്ചെടുക്കുന്നത്. നേരത്തെ തന്നെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. കുറച്ച് ടൈം എടുക്കും. പൊട്ടിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പാനിൽ നമുക്ക് കുനുകുനാന്നരിഞ്ഞ വെളുത്തുള്ളിയാണ് ഞാൻ ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് ആവുമ്പോൾ നമുക്കിതിലേക്ക് കോൺഫ്ലവർ 2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫ്ലവറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ അല്പമായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തിക്കായി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തിക്കാവട്ടെ. അതിനുശേഷം നമുക്ക് ഇവിടെ റെഡ് ചില്ലി ഫ്ലേക്സാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ചീസ് 1.5 ചീസാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കുറുകി വരുന്നുണ്ട്. അപ്പോൾ മക്രോണി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇടാം. ഞാനിവിടെ ക്യാപ്സിക്കം കുറച്ച് ഇടുകയാണ്. പിന്നെ നേരത്തെ ഞാൻ ചിക്കനും ക്യാരറ്റും ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടി ഞാൻ അതിൻ്റെ വെള്ളം അടക്കമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഞാൻ വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പെപ്പറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി സക്സസ് ആയി. അപ്പോൾ നമ്മുടെ പാസ്ത ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല കുറച്ച് തിക്കാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് മിൽക്ക് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ചിക്കൻ്റെ സ്റ്റോക്ക് കുറച്ചുകൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒഴിക്കാം. കുറച്ച് ഗ്രേവി പോലെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടാണെങ്കിൽ അങ്ങനെ ആ രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും വെരി ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി ഇങ്ങനെ പറക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ വെറുതെ പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്ത. അങ്ങനെ എനിക്ക് വൈറ്റ് സോസാണ് ഇഷ്ടം. വൈറ്റ് സോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെറും അരമണിക്കൂർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ചിക്കനും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ നേരത്തെ വേവിച്ച് വെക്കുകയാണെങ്കിൽ, അതുപോലെ മക്രോണിയും നേരത്തെ വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ഹെൽത്തി സംഭവമാണ്. ചിക്കനൊക്കെ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.